ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നും ഒരു ബിസി ഡേ ആണ് കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ പോലെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ ഓർത്ത്. ഇന്നും സിസ്റ്റർ ഒരു 9:30 ആകുമ്പോഴത്തേക്ക് ഓഫീസിലെത്തണമായിരുന്നു. സോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് കഴിച്ചു. അതുകൊണ്ട് ഒരു ഇൻട്രോ ഒന്നും എടുക്കാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ. സിസ്റ്ററുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് കോറിഡോറാണ് കേട്ടോ. ഷൂസൊക്കെ ഇട്ട് സിസ്റ്ററിൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ റെഡി ആവാണ്. അപ്പോൾ എന്നെ ആളിപ്പോൾ കാണുമ്പോൾ ടാറ്റയൊക്കെ തരുന്നുണ്ട് കേട്ടോ. തന്നെയാണ് സിസ്റ്ററിൻ്റെ കൂടെ പോണേ എന്നുള്ളത് ഓർത്തിട്ട് നമുക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ട്. ലിഫ്റ്റ് വന്നിട്ടുണ്ട്. ലിഫ്റ്റിൽ കയറുമ്പോൾ ആൾക്ക് മനസ്സിലാവും എല്ലാവരും കൂടെയാണ് പോകണമെന്നൊക്കെ ആൾക്കറിയാം. പാത്തുവിൻ്റെ ഷൂ ആണ് ഇട്ടിരിക്കുന്നത്. സിസ്റ്ററിൻ്റെ കുട്ടിയുടെ ഷൂസാണ് എടുത്തിട്ടിരിക്കുന്നത്. എന്നിട്ട് പാത്തുവിനെ കളിയാക്കുന്നൊക്കെ ഉണ്ട്. പാത്തു ഷൂസ് ഇടാത്ത എന്താന്നുള്ള രീതിയിൽ ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്ക് ലിഫ്റ്റിലൊക്കെ കയറി പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് കരയുമ്പോഴൊക്കെ ഇടയ്ക്ക് ലിഫ്റ്റിലൊക്കെ താഴെ ജസ്റ്റ് കൊണ്ടുവരികയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ അപ്പാർട്ട്മെൻറ്റ് താഴെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ അപ്പാർട്ട്മെൻറ്റ്. നല്ല മഴ ആയതുകൊണ്ട് തന്നെ കാർ എടുക്കാൻ പോയിട്ടുണ്ട്. നമ്മളങ്ങനെ കാറിലൊക്കെ കയറിയിട്ടുണ്ട്. സിസ്റ്ററിന് 9:30 തന്നെ അവിടെ എത്തണമായിരുന്നു കേട്ടോ. നല്ല മഴയാണ്, നല്ല ബ്ലോക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്തല്ലേ പറ്റൂ. സോ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നാലും കുറച്ച് ലേറ്റ് ആയാലും നമുക്ക് എത്താമല്ലോ. ഇതിനങ്ങനെ ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ടൈം നമ്മളിന്ന് ബ്ലോക്കിൽ പെട്ടതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ. ആൾക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്ക് എടുത്തിട്ടുണ്ടായി ആളെ. അത് കഴിഞ്ഞപ്പോൾ സിസ്റ്ററിന് ഇറങ്ങാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ടായി. ഡ്രോപ്പ് ചെയ്ത് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബേബി ഉറങ്ങിപ്പോയി. ആൾക്ക് അത്രയും ഉറക്കം വരുന്നുണ്ടായി. അപ്പോൾ ഉറങ്ങിപ്പോയി. നമ്മളിനി പോകുന്നത് ഹസ്ബൻഡ് ഓഫീസിലേക്കാണ്. ഒരു 2 weeks ആയിട്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. സോ ഓഫീസിലൊക്കെ ഒന്നും പോകാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. സോ ആൾക്ക് എന്തായാലും ഒന്ന് ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞ് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ സൈൻ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ നേരെ ഓഫീസിലേക്കാണ് പോകുന്നത്. അപ്പോൾ നല്ല മഴയുണ്ട്. ഞങ്ങൾ ഇറങ്ങിയിട്ടില്ലായിരുന്നു. ആൾ പോകുന്ന വീഡിയോ ആണ് കേട്ടോ കാണുന്നത്. പോയിട്ട് കുറച്ച് ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്തിട്ട് വരാമെന്നാണ് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങിയിട്ടില്ലായിരുന്നു. നല്ല മഴയാണ് പുറത്ത്. കുട്ടി ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ ടൗണിലുള്ള ബ്ലോക്കാണ് കേട്ടോ കാണുന്നത്. നല്ല ബ്ലോക്കാണ്. ഒരു 10:30 ടൈം എന്നൊക്കെ പറയുമ്പോൾ നല്ല തിരക്കുള്ള ടൈമാണല്ലോ, അതാണ് കാണുന്നത്. അങ്ങനെ ഉറങ്ങുന്നതാണ് കാണുന്നത്. എന്നിട്ട് ഹസ്ബൻഡ് വന്നിട്ടുണ്ടായി. നമ്മൾ വീട്ടിലെത്തിയിട്ട് 12:30 അത്രയും ബ്ലോക്കായിരുന്നു. നല്ല റഷ് ഉണ്ടായി. പിന്നെ ഞാൻ ലഞ്ചൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലൊന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ് ആളെന്തെടുക്കാമെന്ന്. അപ്പോൾ രണ്ടുപേരും നല്ല കളിയിലാണ്. ഒരു 2:30 ആകുമ്പോഴത്തേക്കും സിസ്റ്റർ വരും. അപ്പോഴത്തേക്കും ലഞ്ച് എല്ലാം റെഡിയാക്കാനുള്ളൊരു പ്രിപ്പറേഷനിലായിരുന്നു ഞാൻ. സിസ്റ്റർ വന്നിട്ടുണ്ട്. ബെല്ലടിച്ചപ്പോഴത്തേക്കും ഓടുന്ന കാണുന്നത്. പക്ഷെ ആൾക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ലാത്തതുകൊണ്ട് ഡോറിൻ്റെ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. സിസ്റ്ററിനെ കണ്ടപ്പോൾ തന്നെ സിസ്റ്ററിൻ്റെ അടുത്ത് എടുക്കാനായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സംസാരിക്കുന്നുണ്ടായി. സിസ്റ്ററിൻ്റെ അടുത്ത് ഓരോന്ന് പറയുന്നുണ്ടായി. പാത്തുവിനെ അമ്മുനെയൊക്കെ കാണിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായി. സിസ്റ്റർ നമുക്ക് വൈകിട്ടത്തേക്കുള്ള സ്നാക്സ് എല്ലാം മേടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഇതും നല്ല ഉറക്കവും വരുന്നുണ്ടായിട്ടാ. അപ്പോൾ സിസ്റ്ററിനെ കണ്ടപ്പോൾ ഉറക്കം പോയിട്ടുണ്ട് ആളുടെ. അത് കഴിഞ്ഞ് സിസ്റ്ററിനെ അടുത്ത് നിന്ന് ഇറങ്ങിയിട്ട് സിസ്റ്ററിനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് സിസ്റ്ററിൻ്റെ റൂമിലേക്ക്. ടോയ്സൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. സിസ്റ്ററിൻ്റെ റൂമിലാണ് ടോയ്സൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ സിസ്റ്ററിനെ കൂട്ടിക്കൊണ്ട് പോയി കളിക്കുന്നൊക്കെ ഉണ്ടായി. റൂമിൽ പോയി ആൾക്ക് എപ്പോഴും ഒരാൾ കൂടെ വേണം കേട്ടോ. അപ്പോൾ സിസ്റ്ററാകുമ്പോൾ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരാളാണ് ആളുടെ. ലാസ്റ്റ് സിസ്റ്റർ പറയുന്നിടത്തൊന്നും നിൽക്കുന്നില്ല കേട്ടോ. ലാസ്റ്റ് സിസ്റ്റർ മടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വഴക്കൂടിയൊക്കെ ഇരിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ കളിച്ച് കഴിഞ്ഞിട്ട് സിസ്റ്റർ തന്നെ ഉറക്കിയിട്ടുണ്ടായി. ഇന്ന് കറക്റ്റ് ടൈമിലാണ് കേട്ടോ ഉറങ്ങുന്നത്. അല്ലെങ്കിൽ ഈവനിങ് ഉറങ്ങിയിട്ട് നൈറ്റ് ഉറങ്ങത്തില്ല കേട്ടോ. ഇന്നിപ്പോൾ കറക്റ്റ് ടൈമിലാണ്. കുറേ നേരം ഉറക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്താൽ ഉറങ്ങുന്നില്ലായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് നൈറ്റ് വ്യൂ ആണ്. ബാൽക്കണിയിലെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് മീൻസ് റിവറിൻ്റെ സൈഡായിട്ട് വരും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്.
നമുക്ക് ബാൽക്കണിയിൽ നിന്ന് ഫ്ലൈ ഓവറൊക്കെ കാണാൻ പറ്റും. എനിവേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.